ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ വാഗണറാണ്. വാഗണറിന് റൈറ്റ് സൈഡ് ആക്സിലിൻ്റെ സീലിൻ്റെ അവിടെ നിന്ന് ലീക്കുണ്ട്, അതായത് ഗിയർ ഓയിൽ ലീക്കാവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജാക്ക് വെച്ചിട്ടുണ്ട്, വീല് ലൂസ് ചെയ്തിട്ടുണ്ട്, ആക്സിലിനൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജാക്ക് വെച്ചിട്ട് വീല് അഴിച്ചെടുത്തിട്ട് ആക്സിൽ അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, എന്തായാലും എവിടെയാണ് ലീക്കെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം. വീൽ അഴിച്ചെടുത്തിട്ടുണ്ട്, ആക്സിലിനായിട്ട് നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്സിൽ നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആക്സിൽ ഊരിയെടുക്കാനായിട്ട് എൻഡ് ഒന്ന് വെടിയിക്കുക. ഓക്കെ, ഇതിൻ്റെ ലോവർ ആമിൻ്റെ എൻഡ് ഒന്ന് നട്ടഴിച്ചിട്ട് ഒന്ന് താക്കുക. അപ്പോൾ ആക്സിൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എവിടെയാണ് ലീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഗിയർ ഓയിലാണ്. ഓക്കെ, ഗിയർ ഓയിൽ ഈ ആക്സിൽ സീൽ വഴി താഴോട്ട് ഒലിച്ചിട്ടാണ് ഈ പാട് കാണുന്നത്. താഴെ എല്ലാം ഗിയർ ഓയിലായത് ഈ ആക്സിൽ സീൽ പോയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ആക്സിൽ സീല്, ഇത് ആക്സിൽ. ഓക്കെ, ഈ ആക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഗിയർ ബോക്സിലാണ്. ആ ഗിയർ ബോക്സിൻ്റെ അവിടെ ഒരു സീൽ വരുന്നുണ്ട്. ആ സീൽ പോയിട്ട് താഴോട്ട് ഒലിച്ച പാടാണ് ഗിയർ ഓയിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ വരുന്ന ആക്സിൽ സീല് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്ന ആക്സിൽ സീൽ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആക്സിൽ അഴിച്ചെടുക്കാം. അപ്പോൾ ആക്സിൽ ഇതിൽ നിന്ന് ഹബിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്, ലോവർ ആമിൻ്റെ എൻഡ് പിടിച്ചു, അതുപോലെ തന്നെ ടയറോണിൻ്റെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിൽ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആക്സിൽ ഊരിയെടുക്കാം. അപ്പോൾ ഗിയർ ഓയിൽ കുറച്ച് വരും. അപ്പോൾ അടിയിൽ നല്ലൊരു ട്രേ വെച്ചിട്ട് ആക്സിൽ ഊരിയെടുക്കാം. ഓക്കെ, ആക്സിൽ ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഒരു മൈനസ് കൊണ്ട് തിക്കി കഴിഞ്ഞാൽ ആക്സിലിൽ ഇനി ഊരി വരും. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറോ മൈനസോ കൊണ്ട് പൊട്ടി കഴിഞ്ഞാൽ ആക്സിൽ ഊരി വരുന്നതാണ്. നമുക്ക് ആക്സിൽ ഊരി പുറത്തെടുക്കാം. നമ്മൾ ആക്സിൽ ഊരി എടുത്തിട്ടുണ്ട്. ഈ പോർഷനിലായിട്ടാണ് സീല് വരുന്നത്. ഈ കാണുന്ന ഗിയർ ഓയിൽ ലീക്കായിട്ടുള്ളത്, ഈ സീല് ലീക്കായിട്ട് ഗിയർ ഓയിൽ ആക്സിലിൽ വന്നതാണ്. അങ്ങനെ ഗിയർ ബോക്സിന് താഴോട്ട് ഒലിച്ചിട്ട് താഴെ ഗിയർ ഓയിൽ വീഴാനുള്ള കാരണം. ഓക്കെ, നമ്മളിപ്പോൾ ആക്സിൽ ഊരിയെടുത്തു. ഈ കാണുന്നതാണ് അതിൻ്റെ സീല് വരുന്നത്. ആ കാണുന്നതാണ് അതിൻ്റെ സീല്. ആ സീലാണ് നമുക്ക് മാറേണ്ടത്. ആ സീല് പോയിട്ടാണ് ഗിയർ ഓയിൽ ലീക്കായി താഴോട്ട് നേരത്തെ വന്നത്. ഇപ്പോൾ നമ്മൾ ഗിയർ ഓയിൽ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഗിയർ ഓയിൽ ശകലം ലീക്കാണ്. ആക്സിൽ വരുമ്പോൾ ഒരു ശകലം ഗിയർ ഓയിൽ വരും. അത് നമുക്ക് തിരിച്ച് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സീല് മൈനസ് വെച്ചിട്ട് തട്ടി ഊരേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പുതിയ സീല് നമുക്ക് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഊരിയെടുത്ത സീല്, ഈ സീൽ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഈ സീലിനുള്ളിലായിട്ടൊരു സീലിനുള്ളിലായിട്ടൊരു സ്പ്രിങ് വരുന്നുണ്ട്. ലൈറ്റ് ഒരു സ്പ്രിങ് റൗണ്ടിലായിട്ട് ചുറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ്ങിന് ഡാമേജ് വന്നാലോ അയവ് വന്നു കഴിഞ്ഞാലോ ഈ സീല് കറക്റ്റായിട്ട് സീറ്റ് ആയിരിക്കില്ല. അത് തന്നെയല്ല, പിന്നെ കാലപ്പഴക്കം കൊണ്ടും സീല് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സീലിപ്പോൾ അഴിച്ചെടുത്തേക്കുന്നത്. സീൽ അഴിച്ചെടുക്കാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ ഭാഗത്തായിട്ട് എത്തിക്കി കഴിഞ്ഞാൽ സീല് സിമ്പിളായിട്ട് തന്നെ ഊരിപ്പോവും. അപ്പോൾ നമുക്കിനി പുതിയ സീല് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതാണപ്പോൾ സീല്, പഴയ സീല്. ഈ കാണുന്നതാണ് പഴയ ലീക്കായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആക്സിൽ അഴിച്ചപ്പോൾ ഗിയർ ഓയിൽ ലീക്കാവുന്നതാണ്. നേരത്തെ വന്ന പാടുകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് സീല് പുതിയത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ പഴയ സീല് വന്നിരുന്നത്. ഇത് അവിടെ അറ്റാച്ചായിട്ട് ഇരിക്കും. അപ്പോൾ ഈ സീല് കറക്റ്റ് സീറ്റിംഗ് അല്ലാതെ വരുമ്പോഴാണ് കുറേ കാലപ്പഴക്കം കൊണ്ടും ഈ സ്പ്രിങ്ങിന് ഡാമേജ് വന്നാലും ഈ സീല് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനുള്ളിലായിട്ടൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് ഡാമേജ് വന്നാലും ഈ സീല് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചിട്ട് പുതിയ സീല് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ സീല് ഇതാണ് ഇതിനുള്ളിൽ വരുന്ന സ്പ്രിങ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പുതിയ സീല്. ഇനി പുതിയ സീല് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ വീഡിയോ പിടിക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കത് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് കയറ്റി വെക്കാം.
ഓക്കെ, നമുക്ക് ഇപ്പോൾ സീല് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഈ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കയറ്റേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ തട്ടിക്കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം തട്ടിയിട്ട് സീല് ഡാമേജ് ആവാതെ നോക്കുക. കാരണം ഈ ഭാഗത്ത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ സീല് ലീക്കാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ സൈഡിലാണ് തട്ടി കയറ്റേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് തട്ടിയിട്ട് നമുക്ക് സീല് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം ഉള്ളിലായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ പുതിയ സീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ തുടച്ചിട്ട് ആക്സിൽ കയറ്റണം. ഓൾറെഡി അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടെ നമുക്ക് ഓയിൽ വന്നത് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സീല് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആക്സിൽ കയറ്റി വെച്ചു. ആക്സിൽ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ സെൻറ്ററിൽ വെക്കുക. ഓക്കെ, ടക്ക് എന്നുള്ളൊരു സൗണ്ടിൽ കറക്റ്റ് ആക്സിൽ കയറി വീണിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കുക, ആക്സിൽ ബാക്കിലോട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ ആക്സിൽ കറക്റ്റായിട്ട് തന്നെ കയറി വീണിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലിൻ്റെ ഈ എൻഡ് ഫിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് പാടൊന്നുമില്ല. ജസ്റ്റ് സെൻട്രലായിട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ലോവർ ആമിൻ്റെ എൻഡ് നമ്മൾ കയറ്റിയിട്ടു. ഇനി എൻഡ് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ലോവർ ആമിൻ്റെ ബോൾട്ട്, അതുപോലെ ടയറോഡിൻ്റെ ബോൾട്ട്, ആക്സിലിനട്ട് എല്ലാം ഫുൾ ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ടയറോഡിന് ടൈറ്റ് ചെയ്തു, ലോവർ ആം ടൈറ്റ് ചെയ്തു, അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആക്സിലിനട്ട് താഴെ ഇറക്കിയിട്ട് ഇവിടെ വെച്ച് ജസ്റ്റ് കൊള്ളിക്കുക. ആക്സിലിനട്ട് താഴെ ഇറക്കിയിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യുക. എന്നിട്ട് വണ്ടി ഗിയർ ഓയിൽ പിന്നെ കുറവുണ്ടെങ്കിൽ ഗിയർ ഓയിൽ ടോപ്പ് ചെയ്യുക. ഗിയർ ഓയിൽ മാറാനുള്ളതാണെങ്കിൽ ഗിയർ ഓയിൽ മാറിയിടുക. എന്നിട്ട് ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ഫുൾ ഓടിച്ചിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ മനസ്സിലാക്കിയത് വാഗൺ ആറിൻ്റെ ആക്സിൽ സീൽ നമുക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.